ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഈവനിങ് പാർട്ടി ഫംഗ്ഷനാണേ. എന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഹാപ്പി വെഡ്ഡിങ്സ് എന്ന കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ്സ് ആണ് കേട്ടോ ഇൻവൈറ്റ് ചെയ്തത്. ഒരു നോർമൽ റിസപ്ഷൻ ഫംഗ്ഷനുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. വഴുതക്കാട് ശ്രീമൂലം ക്ലബ്ബിൽ വെച്ചായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. സോ നമ്മുടെ ഫംഗ്ഷനായിട്ടുള്ള തിരക്കിലൊക്കെയാണ് എല്ലാവരും. ഡിഫറെൻറ്റ് വെറൈറ്റി സലാഡ്സും പോസ്റ്റ് മെയിൻ കോഴ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചതൊക്കെ കുറച്ച് ഹെവി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ല അടിപൊളി ഡൈജഷന് വേണ്ടിയിട്ടുള്ള ടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതേ ഇവിടെ ഫ്രണ്ട് കൗണ്ടറിൽ എല്ലായിടത്തെയും പോലെ ചായ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ സൂപ്പും ഉണ്ട്, വെജ് സൂപ്പും ഉണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. ഇന്നത്തെ ഫംഗ്ഷൻ്റെ ക്യാമറ വർക്ക്സും ഡെക്കറേഷനും ഒക്കെ ഹാപ്പി വെഡ്ഡിങ്സ് തന്നെയാണ്. ഹാപ്പി വെഡ്ഡിങ്സിൻ്റെ കാറ്ററിങ്ങിൻ്റെ നെയിമാണ് രുചി കാറ്റേഴ്സ്. ഫ്രഷ് ജ്യൂസ് കൗണ്ടറിൽ നിന്ന് ഫസ്റ്റ് വാട്ടർമെലൺ ജ്യൂസ് ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ നല്ല അടിച്ച ചായയും പഴംപൊഴിയും വെജ് സമൂസയും കഴിച്ചു കേട്ടോ. ഞാൻ ബ്ലൂ ഫ്ലവർ ടീ ആണ് കുടിച്ചത്. അത് കുടിച്ചപ്പോൾ നല്ല റിഫ്രഷ്മെൻ്റ് ഉണ്ടായിരുന്നു. ഫുഡ് ട്രൈ ചെയ്യുന്നതിനേയും കാട്ടി ഇവിടുത്തെ സലാഡ്സ് ഒക്കെ ട്രൈ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫംഗ്ഷൻ സ്റ്റാർട്ടായതും അവിടെ ഫുഡ് കൗണ്ടറിൽ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു അപ്പവും ഒരു ചപ്പാത്തിയും ഒരു പൊറോട്ടയും പിന്നെ ശകല ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ്. പിന്നെ കൂടെ കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇവരുടെ ചിക്കൻ 65 ആണ് കേട്ടോ. നല്ല ചെറിയ പീസിൽ വരുന്ന ചിക്കൻ 65 ആണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ കാണുമ്പോൾ. പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന സ്റ്റൈലിലുള്ള ചിക്കൻ കറിയും കുറച്ച് കപ്പയും പിന്നെ ബീഫ് റോസ്റ്റും എടുത്തിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് അല്ല, ഒലത്താണ് കേട്ടോ. പിന്നെ വെജ് കുറുമ കറി എടുത്തിട്ടുണ്ട്. ആ ബീഫ് കഴിച്ചിട്ട് കുറേ നാളായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബീഫ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഫ്രൈഡ് റൈസും ബീഫും നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിരുന്നു. ഇതുപോലത്തെ കല്യാണം കൂടിയിട്ട് കുറേ നാളായി കേട്ടോ. അതുകൊണ്ട് തന്നെ ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. പിന്നെ ഒരു വെജ് കുറുമയും ചപ്പാത്തിയും കൂടി ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ചിക്കൻ 65ഉം പൊറോട്ടയും നല്ല ടേസ്റ്റ് ആയിരുന്നു. 65 ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ചിക്കൻ കറി നോർമൽ പാർട്ടി ഫംഗ്ഷൻസിനൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു കറിയായിരുന്നു. അപ്പം നല്ല ചൂടും ഉണ്ടായിരുന്നു, സോഫ്റ്റും ആയിരുന്നു. അതും ചിക്കൻ കറിയും ബീഫ് ഒലത്തൊക്കെ കൂട്ടി കഴിക്കാനും നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റ് കാരണം ചിക്കൻ 65 ഞാൻ രണ്ടാമത്തെ റൗണ്ട് കൂടി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചതിന് ശേഷം കുറച്ച് സലാഡ് ഐറ്റംസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരെ ഒരു പ്ലാറ്റും സ്പൂണും എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് മക്രോണിയും പൈനാപ്പിളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടൈപ്സ് ഓഫ് മക്രോണി സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം എടുത്തു. ഡെസേർട്ട് സെക്ഷനിൽ ഫ്രൂട്ട് സലാഡും വാനില ഐസ്ക്രീമും ഗുലാബ് ജാമുനും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സ്പൂണായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഒക്കെ എടുക്കാൻ നല്ല പാടായിരുന്നു. അങ്ങനെ എൻ്റെ ശക്തി മുഴുവനും എടുത്ത് ഞാൻ ആ സ്പൂണിൽ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നു. ഗുലാബ് ജാമുനൊക്കെ കൊള്ളായിരുന്നു. നോർമലി ഫുഡ് കഴിക്കുന്നതിന് മുന്നെയാണ് സൂപ്പൊക്കെ ട്രൈ ചെയ്യാറുള്ളത്. ഇപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടിരിക്കട്ടെ എന്ന് എഴുതി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ കുടിച്ചത്. രണ്ടും സൂപ്പറായിരുന്നു. എനിക്ക് ചിക്കനെയും കാട്ടിയും കൂടുതൽ ഇഷ്ടമായത് വെജ് സൂപ്പാണ്. പിന്നെ ഒരു ജ്യൂസ് കൂടെ പുറത്തിറങ്ങിയപ്പോൾ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക.